അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SGOU MA അറബിക് സെക്കൻഡ് സെമസ്റ്ററിലെ അപ്രീഷിയേറ്റിംഗ് അറബിക് ഡ്രാമ എന്ന പേപ്പറിൽ നിന്നുള്ള ബ്ലോക്ക് 3 യൂണിറ്റ് 3 ആണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അൽ മസ്റഹിയ്യാത്തുൽ ആമിയ അൽ മസ്റഹ് ഫി മുഖ്തലഫി ദുവലിൽ അറബിയ. വ്യത്യസ്ത അറബ് രാജ്യങ്ങളിലെ നാടകങ്ങൾ കുറിച്ചുള്ള ചെറിയൊരു യൂണിറ്റാണിത്. ഓക്കെ, ആദ്യമായി അല്ലുഗ ഫിൽ മസ്റഹി ബൈനൽ ഫുസ്ഹ വൽ ആമിയ. ഫുസ്ഹ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ആയിട്ടുള്ള വളരെ ഫസീഹ ആയിട്ടുള്ള ലാംഗ്വേജ്, വളരെ സ്പഷ്ടമായ സാഹിത്യ സമ്പുഷ്ടമായ ലാംഗ്വേജ് ആണ് ഫുസ്ഹ. ആമിയ എന്ന് പറയുമ്പോൾ കൊളോക്കിയൽ, ഓരോ നാട്ടിലെയും തനത് നാടൻ ഭാഷ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഒരു നാടകം രചിക്കുമ്പോൾ ഫസീഹായ ലാംഗ്വേജ് ആണോ കൊളോക്കിയൽ ലാംഗ്വേജ് ആണോ, ക്ലാസിക്കൽ ലാംഗ്വേജ് ഓർ കൊളോക്കിയൽ ലാംഗ്വേജ്, ഇതിനേതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നൊരു ചർച്ചയാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൽ സാഹിത്യകാരന്മാർ രണ്ട് തരം അഭിപ്രായങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. بعضهم يرى أن الفصحى أنسب خاصة في المسرحيات التاريخية والمترجمة. ചില സാഹിത്യകാരന്മാർ അഭിപ്രായപ്പെട്ടത് ഫസീഹായ ലാംഗ്വേജ് ആണ് ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള നാടകങ്ങൾക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് സമൂഹത്തിൻ്റെ ദൈനംദിന പ്രശ്നങ്ങളെയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന നാടകങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് കൊളോക്കിയൽ ലാംഗ്വേജ് ആണെന്ന് അഭിപ്രായപ്പെട്ട സാഹിത്യകാരന്മാരും ഉണ്ട്. ഏതായാലും ഫസീഹായ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്ന ആളുകളുടെ വാദങ്ങളാണ് തെളിവുകൾ. ഇഹ്തിജാജാത്ത് മുഅയ്യിദിൽ ഫുസ്ഹ, ഫുസ്ഹ ലാംഗ്വേജിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ തെളിവുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അൽ ഫുസ്ഹ ഹിയ ലുഗ അൽ വഹീദ അൽ ഖാദിറ അലാ തഖ്ദീമി മസ്റഹിൻ അസീലിൻ വ മുആലജത്തിൽ മവാദിഇ താരിഖിയ്യ. ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ, അതുപോലെ ആധികാരികമായ നാടകങ്ങൾ അവതരിപ്പിക്കാനൊക്കെ കഴിയുന്ന ഏക ഭാഷ ഫുസ്ഹ ലാംഗ്വേജിലാണെന്നാണ് ഒന്നാമത്തെ വാദം. തഅദ്ദുദുൽ ലഹ്ജാത്ത് യജ്അലുൽ അദബ ഇഖ്ലീമിയ്യൻ. വ്യത്യസ്ത നാട്ടുഭാഷകൾ ഒരേ നാടകത്തിൽ ഉപയോഗിക്കുക എന്നത് ആ സാഹിത്യത്തെ അല്ലെങ്കിൽ ആ സാഹിത്യ സൃഷ്ടിയെ ഒരു പ്രാദേശിക സൃഷ്ടിയായി മാത്രം പരിമിതപ്പെടുത്താൻ കാരണമാകും. അൽ ഫുസ്ഹ ഹിയ ലുഗ അൽ മുഷ്തറക ബൈന ശുഉബിൽ വതനിൽ അറബി. അറബ് രാജ്യങ്ങളിലെ വ്യത്യസ്ത ജനങ്ങൾക്കിടയിൽ എല്ലാവരും സംസാരിക്കുന്ന, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് ആണ് ഫുസ്ഹ ലാംഗ്വേജ്, ഫസീഹായ ലാംഗ്വേജ്. അപ്പോൾ അത് ഉപയോഗിക്കലാണ് ഏറ്റവും നല്ലത്. മറ്റൊന്ന് അൽ ഫുസ്ഹ തതമയ്യസു ബിത്തനവുഇ ഫി ദലാലാത്ത് വൽ ഉംഖ്. ആശയങ്ങളുടെ മേൽ അറിയിക്കുന്നതിലുള്ള വൈവിധ്യം കൊണ്ട് പ്രത്യേകമായി വേറിട്ട് നിൽക്കുന്നത് ഫസീഹായ ലാംഗ്വേജ് ആണ്. നാട്ടുഭാഷകൾക്ക് അത്ര ഒരു വൈവിധ്യം സൃഷ്ടിക്കാൻ കഴിയില്ല. ത്വഹ ഹുസൈൻ വ്യക്തമാക്കി പറയുന്നു, ഫസീഹായ ലാംഗ്വേജ് ആണ് നിഷ്പക്ഷമായത്, അതുപോലെ എല്ലാവർക്കും മനസ്സിലാകുന്ന ലാംഗ്വേജും ഫസീഹായ ലാംഗ്വേജ് ആണ്. ഇനി കൊളോക്കിയൽ ലാംഗ്വേജിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ തെളിവുകളാണ്. അവർ പറയാണ്, കൂടുതൽ സ്വാതന്ത്ര്യവും കൂടുതൽ എക്സ്പ്രഷനുള്ള സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കുന്നത് ആമിയായ കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതും ആമിയ കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഓഡിയൻസിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഏറ്റവും സ്യൂട്ടബിൾ ആയത് കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. പിന്നെ കോമിക് ആയിട്ടുള്ള നാടകങ്ങൾ, അതുപോലെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കാനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയത് ആമിയ ലാംഗ്വേജ് ആണെന്ന് അവർ പറയുന്നു. അന്നൽ ആമിയ റഫിയ ലൈസത്ത് ഇൻഹിതാത്തൻ ബൽ ഹിയ ലുഗ അന്നാസ് അൽ യൗമിയ. ആമിയ എന്ന് പറയുന്നത് ജനങ്ങളുടെ ദൈനംദിന ഭാഷയായതുകൊണ്ട് അത് ഉപയോഗിക്കുക എന്നത് ഒരു ഇൻഹിതാത്തല്ല, ഒരു പതനമല്ല, മറിച്ച് അതൊരു ഉയർച്ചയാണ്, അതൊരു പ്രിയോറിറ്റിയാണ് എന്നാണ് ഇവര് പറയുന്നത്. ഇനി താരിഖുൽ ഇസ്ദിവാജിൽ ലുഗ ഫിൽ മസ്റഹിൽ അറബി. അറബ് നാടകത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് ആമിയും
ക്ലാസിക്കലുമായിട്ടുള്ള കൊളോക്കിയൽ ആൻഡ് ക്ലാസിക്കൽ ലാംഗ്വേജിനെ മിക്സ് ചെയ്ത് ഉപയോഗിച്ച കുറച്ച് സാഹിത്യകാരന്മാരാണ്. അതുപോലെ അവരുടെ കൃതികളുമാണ് ഇതിൽ പറയുന്നത്. മാറൂൻ നുക്കാഷ് ബഖീൽ എന്ന നാടകം എഴുതിയപ്പോൾ അദ്ദേഹം ഫുസ്ഹ ലാംഗ്വേജും ആമിയ ലാംഗ്വേജും കൂടിക്കലർത്തിയായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ യാക്കൂബ് സന്നൂർ അദ്ദേഹത്തിന്റെ നാടകങ്ങൾ ആമിയയിലാണ്. അതുപോലെ തന്നെ അദ്ദേഹം രണ്ടും കൊളോക്കിയൽ അതുപോലെ തന്നെ ക്ലാസിക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫർഹ് അൻതൂൺ, മുഹമ്മദ് തൈമൂർ, അതുപോലെ അവർക്ക് ശേഷം വന്ന അൽജീലുത്താലി, നെക്സ്റ്റ് ജനറേഷൻ, ഈ ആളുകളൊക്കെ മുഹമ്മദ് മഹ്മൂദ് തൈമൂർ, ഈസ അബീദ്, ഷഹാത്ത അബീദ്, ഇവർ തുടങ്ങിയുള്ള എല്ലാവരും രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. തൗഫീഖുൽ ഹക്കീം ആമിയത്ത് കൊണ്ടാണ് തുടങ്ങിയത്. കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഫസീഹായ ലാംഗ്വേജ് ഉപയോഗിച്ചു. പിന്നെ അവസാന കാലമായപ്പോൾ അല്ലുഗ അസാലിസ എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് മാറി. ലുഗ അസാലിസ എന്ന് പറഞ്ഞാൽ രണ്ടും ഉപയോഗിക്കാം, ഫസിഹായ ലാംഗ്വേജും ആമിയായ ലാംഗ്വേജും ഉപയോഗിക്കാം. ഇനി വ്യത്യസ്ത രാജ്യങ്ങളിൽ ആധുനിക നാടകങ്ങൾ നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളിലൊക്കെ പഠിച്ചത് തന്നെയാണ്. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാണ്. മൊറോക്കോയിൽ ഈ അറേബ്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തൊക്കെ മസ്റഹ് ഇഹ്തിഫാലിയാണ് കൂടുതൽ. മൊറോക്കോ ഒക്കെ നമ്മളതിൽ ഉദാഹരണമായി പറഞ്ഞിരുന്നു. മൊറോക്കോയിലൊക്കെയാണ് ആദ്യമായി മസ്റഹ് ഇഹ്തിഫാലി റിച്വൽ ഡ്രാമകൾ ഉദയം ചെയ്തത്. ഈജിപ്തിൽ റിയലിസ്റ്റിക് ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള നാടകങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു. ലുബനാനിലും സിറിയയിലും ഒക്കെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ നാടകങ്ങളൊക്കെ വ്യാപിക്കുകയുണ്ടായി. ഇനി ഈജിപ്തിലെ നാടകത്തിന്റെ പുരോഗതി നോക്കുമ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് ഈജിപ്തിൽ കൂടുതൽ ഈ നാടകകല വ്യാപിച്ചിട്ടുള്ളത്. അതിൽ പ്രധാന പങ്ക് വഹിച്ച ആളുകളാണ് യൂസുഫ് ഇദ്രീസ്, നുഅ്മാൻ ആഷൂർ, സലാഹ് അബ്ദുസ്സബൂർ, അബ്ദുറഹ്മാൻ ഷർഖാവി, ഫരീദ് ഫറജ് തുടങ്ങിയ ആളുകൾ. അതുപോലെ തന്നെ കുറെ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സും അവിടെ ഉണ്ടായി. കറം മുത്താവി, ജലാൽ ഷർഖാവിയെ പോലുള്ള വ്യത്യസ്ത ആളുകളൊക്കെ ഉണ്ടായി. 1952 വിപ്ലവത്തിന് ശേഷം നാടകം കൂടുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി കണക്റ്റഡായി. അങ്ങനെ എഴുത്തുകാരൊക്കെ മിസ്റിലെ ആമി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നാടകങ്ങൾ എഴുതാൻ തുടങ്ങി. അതുപോലെ തന്നെ സാധാരണയായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഹിസ്റ്ററിക്കൽ കഥാപാത്രങ്ങൾക്ക് പകരം അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് കുറച്ച് ഉദാഹരണങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മസ്റഹിയത്തു അന്നാസ് അല്ലൈ തഹ്ത എന്ന് പറയുന്ന ഒരു നാടകം, അത് നുഅ്മാൻ ആഷൂറിൻ്റെതാണ്. 1960-കളായപ്പോൾ മസ്റഹ് ഷിഅരി, പോയറ്റിക് ഡ്രാമകൾ വികാസം പ്രാപിച്ചു. അലായദ് ഷർഖാവിയുടെ കൈകളിലൂടെ അദ്ദേഹം എഴുതിയ ഒരു നാടകമാണ് മഅ്സാത്തുൻ ജമീല, ഹുസൈൻ സായിർ പോലുള്ളതൊക്കെ. അതുപോലെ തന്നെ സലാഹ് അബ്ദുസ്സബൂർ, ഇവരൊക്കെ മസ്റഹിയ ഷിഅരിയ കൂടുതൽ വ്യാപിപ്പിച്ച ആളുകളാണ്. ഓക്കെ. പിന്നീട് ഈജിപ്തിൽ മസ്റഹുൽ ആബിസ് വല്ല മഅഖൂൽ, നമ്മൾ നേരത്തെ പറഞ്ഞു യാ ത്വാലി അഷ്ജറ, തൗഫീഖുൽ ഹക്കീം രചിച്ചതാണ്. യൂസുഫ് ഇദ്രീസിന്റെ ഫറാഫീർ പോലുള്ള ഇല്ലോജിക്കൽ ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരു നാടകമാണ് അൽ മസ്റഹിയ അല്ല മഅഖൂൽ എന്ന് പറയുന്നത്. വളരെ മനുഷ്യ വികാരങ്ങളെ കൂടുതൽ ആഴത്തിൽ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള നാടകങ്ങൾ. അൽ മസ്റഹ് ഫി ലുബ്നാൻ, ലുബ്നാനിലെ മസ്റഹ് നമുക്കറിയാം, അതിന്റെ തുടക്കം കുറിക്കുന്നത് മാറൂൻ നുക്കാഷിലൂടെയാണ്. അറബ് നാടകത്തിന്റെ കളിത്തൊട്ടിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു രാജ്യമാണ് ലുബ്നാൻ. 1960-കളിൽ യഥാർത്ഥത്തിൽ മസ്റഹിയയുടെ നാടകത്തിന്റെ യഥാർത്ഥ ബേസിക്കിലായിരുന്നില്ല ലബനാനിൽ തുടക്കം കുറിച്ചിരുന്നത്. പിന്നീടാണ് 1960-കൾക്കൊക്കെ ശേഷം 20-ാം നൂറ്റാണ്ടിൽ മസ്റഹുൽ ഖൗമി അൽ ലുബ്നാനി എന്ന ഒരു സ്ഥാപനം വിരലോടുകൂടെയാണ് കൂടുതൽ കൃത്യമായ ഡ്രാമകൾ ലുബ്നാനിൽ ഉദയം ചെയ്യാൻ തുടങ്ങിയത്. 1960-ന്റെയും 80-ന്റെയും ഇടയിൽ ഏകദേശം 5ഓളം നാടക ഗ്രൂപ്പുകൾ ബൈറൂത്ത് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നു. മുനീർ അബു ദബ്സ് എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ ആദ്യത്തെ ഒരു മദ്രസ ഉണ്ടാക്കി, ആധുനിക മസ്റഹിയ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള. അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പും
അദ്ദേഹം ഉണ്ടാക്കുകയും 40ഓളം ലോകാടിസ്ഥാനത്തിലുള്ള നാടകങ്ങൾ അവർ അവതരിപ്പിക്കുകയും ചെയ്തു. അൻതുവാൻ മുൽത്തക്ക എന്ന് പറയുന്ന ഒരാൾ തൻ്റെ ഭാര്യയായ ലത്തീഫ മുൽത്തക്ക എന്ന ആളുടെ കൂടെ ഹൽഖത്തുൽ മസ്റഹുൽ ലബനാനി എന്ന ഒരു സംഘടന സ്ഥാപിച്ചു. റൂജിയെ അസാഫ് എന്ന് പറയുന്ന ആള് റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടകങ്ങൾക്ക് ഫോക്കസ് കൊടുത്തു. സോഷ്യൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ നാടകത്തിലൂടെ അദ്ദേഹം പ്രതിപാദിച്ചു. റിസാം മഹ്ഫൂദ്, അദ്ദേഹം വളരെ മികച്ച ഒരുപാട് നാടകങ്ങൾ എഴുതിയ ലബനാനിലെ മറ്റൊരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ നാടകങ്ങൾ അവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അൽ മസ്റഹു ഫി സൂറിയ, സിറിയയിലുള്ള നാടകം, അത് തുടക്കം കുറിക്കുന്നത് അബു ഖലീൽ ഖുബ്ബാൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിലൂടെയായിരുന്നു 19-ാം നൂറ്റാണ്ടിൽ. 1959 ആയപ്പോൾ അവിടെ ഫിർഖത്തുൽ മസ്റഹുൽ ഖൗമി സൂരി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകൃതമായി മഹ്മൂദ് മിസ്രിയുടെ നേതൃത്വത്തിൽ. പിന്നീട് 1960-കൾ 70-കൾ എന്നൊക്കെ പറയുന്നത് സിറിയയിലെ നാടകത്തിന്റെ സുവർണ കാലഘട്ടമായി ഗണിക്കപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് വലീദ് ഇഖ്ലാസി, മുഹമ്മദുൽ മാവൂദ്, മംദൂഹ് ഉദ്വാൻ എന്ന് പറയുന്നത്. പിന്നീട് സഅദുല്ലാ മന്നൂസ് വരുന്നുണ്ട് സിറിയയിൽ. അതോടുകൂടെയാണ് ഏറ്റവും പ്രശോഭിതമായ ഒരു കാലത്തിലേക്ക് സിറിയയിലെ നാടകകല മുന്നേറിയത്. അൽ മസ്റഹു ഫിൽ ഇറാഖ്, ജോർജ് അബിയലിന്റെ ഒരു ഗ്രൂപ്പ് ആണ് കാര്യമായി ഇറാഖിലേക്ക് ഈ ഒരു നാടകം എന്ന കലയെ കൊണ്ടുവരുന്നത്. ജോർജ് അബിയലിന്റെ ഈ നാടക ഗ്രൂപ്പ് വളരെ ഫേമസ് ആയതാണ് 1926. പിന്നീട് യൂസുഫ് അൽ ആനി വരുന്നുണ്ട്. അദ്ദേഹമാണ് ഇറാഖിലെ നാടകങ്ങളുടെ പര്യവേക്ഷകനായി അറിയപ്പെടുന്നത്. അദ്ദേഹം എപ്പിക് ഡ്രാമയിൽ ആകൃഷ്ടനായി. നമ്മളെ എപ്പിക് ഡ്രാമകളെ പറ്റിയിട്ടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വളരെ മികച്ചു നിൽക്കുന്ന ഒരുപാട് നാടക സംഘങ്ങൾ ഇറാഖിൽ സ്ഥാപിതമായി. ഇതുപോലെ അർബഅ തമൂസ്, ഇത്തിഹാദുൽ ഫന്നാനീൻ, ഫിർഖ ഖൗമിയ പോലുള്ള സംഘങ്ങളൊക്കെ രൂപീകൃതമായി. അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള രാജ്യങ്ങളിലെ നാടകത്തിന്റെ പുരോഗതിയെ പറ്റി പറയുമ്പോൾ അൽ മസ്റഹു ഫി ടൂനിസ്, ടുണീഷ്യയിൽ 1959 ജംഇയ്യത്തുൽ മസ്റഹുൽ ഹദീസിന്റെ സ്ഥാപനത്തിലൂടെയാണ്, അതിന്റെ വരവോടുകൂടെയാണ് ടുണീഷ്യയിൽ നാടകം തുടക്കം കുറിക്കുന്നത്. 1966-ന്റെയും 71-ന്റെയും ഇടയിൽ ഏകദേശം 500-ലധികം നാടകങ്ങൾ അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ഇസ്സുദ്ദീനുൽ മദനി, അലി ഇബ്നു ഇയാദ്, ഇസ്സുദ്ദീൻ ഖനൂൻ, അൽ ഹബീബ് ബുൽ അറാസ്, മുഹമ്മദ് ഇദ്രീസ് ഫാദിൽ, ജാബി അൽ ഫാദിൽ ജസീരി എന്നുള്ള ആളുകളൊക്കെ. ഇനി അൾജീരിയയിലുള്ള നാടകം, അതിന്റെ ആധുനികമായ തുടക്കം കുറിക്കുന്നത് കാത്തിബ് യാസീൻ എന്ന് പറയുന്ന ഒരാളിലൂടെയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മുഹമ്മദ്, ഖുദ് ഹഖീബത്തക്ക് പോലുള്ളതൊക്കെ. കാക്കി വലദ് അബ്ദുറഹ്മാൻ എന്നുള്ള ആളും അൾജീരിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാടകകൃത്തായി അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം എഴുതിയ 2 നാടകങ്ങളാണ് അഫ്രീഖിയ ഖബൽ സന ലൂല, ബനി ഖൽബൂൻ തുടങ്ങിയത്. പിന്നീട് യുവ നേതൃനിരയിലുള്ള പുതിയ നാടകകൃത്തുകൾ വ്യത്യസ്തമായ നാടക സംഘങ്ങൾ സ്ഥാപിക്കുകയും അതിലൂടെ അവരുടെ നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഓക്കെ. ഇനി അൽ മസ്റഹു ഫിൽ മഗ്രിബ്, മൊറോക്കോയിലുള്ള നാടകം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നാടകത്തിന്റെ വ്യത്യസ്ത സംഘങ്ങൾ മൊറോക്കോയിൽ വ്യാപിക്കുകയും കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള നാടകങ്ങളൊക്കെ അവർ മിക്സ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് അഹ്മദ് ത്വയ്യിബ് അൽ അലജ്, ത്വയ്യിബ് സിദ്ദീഖി. സിദ്ദീഖി താവന ഫിൽ കനാസ്, യാഖൂത്ത്, മർജാൻ, ഷംസുവഹ, അബ്ദുൽ കരീം ബർഷീദ് പോലുള്ള ആളുകളൊക്കെ മൊറോക്കോയിൽ നാടകകലക്ക് വളരെ വലിയ സംഭാവനകൾ ചെയ്ത ആളുകളാണ്. ഫലസ്തീനിലെ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ നുക്ബക്ക് ശേഷം, നുക്ബ എന്ന് പറയുമ്പോൾ 1948 ഫലസ്തീനിലെ ഒരു പ്രധാനപ്പെട്ട കലാപമാണ്. 10,000-കണക്കിന് ഫലസ്തീനികളെ നാടുകടത്തിയ ആ ഒരു സംഭവത്തിന് ശേഷം ഫലസ്തീനികളായ ഒരുപാട് നാടകകൃത്തുക്കളൊക്കെ അവരുടെ നാട് വിട്ട് ജോർദാൻ പോലുള്ള നാടുകളിലേക്കൊക്കെ നീങ്ങി. അങ്ങനെ അവിടെ നാടകകല അതിന്റെ പിന്നോട്ടടി തുടങ്ങി.
അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് സുബിഹി ദാമൂനി, അദീബ് ജഹ്ഷാൻ, നസ്രി ജോസി, ബർഹാൻ ദി നബൂഷി എന്നൊക്കെ പറയുന്ന ആളുകൾ. അതിനുശേഷം അവർ ഈ ഒരു കലാപത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരുപാട് നാടകങ്ങൾ രചിക്കുകയുണ്ടായി. 1965 ജംഇയ്യത്തുൽ മസ്റഹുൽ അറബി ഫലസ്തീനി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകൃതമായി. പിന്നീടാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സമീഹ് ഖാസിം, മൊയ്ൻ ബസീസ്, വസാൻ കൻഫാനിയെ പോലുള്ള പുതിയ തലമുറകൾ എന്താകുന്നത്, വളർന്നു വരുന്നത്. അവർ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും എന്തായി നാടകത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് യൂണിറ്റിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, പ്രധാനപ്പെട്ടതൊക്കെ ഒന്ന് നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.